നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് UDF പ്രവേശനത്തിൽ സമ്മർദ്ദം ശക്തമാക്കി തൃണമൂൽ കോൺഗ്രസ്. മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കളുമായി PV അൻവറിന്റെ നിർണായക കൂടിക്കാഴ്ച മറ്റന്നാൾ തിരുവനന്തപുരത്ത് നടക്കും. PV അൻവർ തനിച്ച് UDFിലേക്ക് പോകില്ലെന്നും പാർട്ടിയായി തന്നെ മുന്നണി പ്രവേശനം അനുവദിക്കണമെന്നും KT അബ്ദുറഹ്മാൻ ആവശ്യപ്പെട്ടു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് UDF മുന്നണി പ്രവേശന കാര്യത്തിൽ തീരുമാനമെടുക്കണമെന്നതാണ് തൃണമൂൽ കോൺഗ്രസിന്റെ ആവശ്യം. എന്നാൽ PV അൻവറിനെ UDFിലെടുക്കാമെന്നും തൃണമൂൽ കോൺഗ്രസിനെ മുന്നണിയിൽ എടുക്കേണ്ട എന്ന തീരുമാനത്തിലേക്കും ഹൈക്കമാൻഡ് എത്തിയെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഈ നീക്കുപോക്ക് TMC അംഗീകരിക്കുന്നില്ല. തൃണമൂൽ കോൺഗ്രസ് ആയിട്ട് തന്നെ മുന്നണിയിൽ പ്രവേശിപ്പിക്കണമെന്നാണ് രാഷ്ട്രീയ തീരുമാനമെന്നും PV അൻവർ ഒറ്റയ്ക്ക് പോകില്ലെന്നും TMC മലപ്പുറം ജില്ലാ ചീഫ് കോർഡിനേറ്റർ KT അബ്ദുറഹ്മാൻ 24നോട്. ഈ 23-ാം തീയതി ചർച്ച നടത്തുന്നുണ്ട്. കോൺഗ്രസിന്റെ നേതാക്കന്മാരുമായിട്ട് ബഹുമാന്യനായിട്ടുള്ള PV അൻവറിന്റെ ഒരു കൂടിക്കാഴ്ചയുണ്ട്. അതിൽ അനുകൂലമായിട്ടുള്ള തീരുമാനം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. PV അൻവറിന് ഒറ്റയ്ക്ക് തൃണമൂൽ കോൺഗ്രസ് ഇല്ലാതെ UDFിലേക്ക് പോകാൻ സാധിക്കില്ല. അൻവറിന്റെ പിന്തുണ UDF സ്വീകരിച്ചതാണെന്നും എല്ലാ കാര്യങ്ങളും അൻവറുമായി ചർച്ച ചെയ്യുമെന്നും പ്രതിപക്ഷ നേതാവ് അറിയിച്ചു. ഏത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെയും അൻവർ പിന്തുണയ്ക്കുമെന്നും സതീശൻ അവകാശപ്പെട്ടു. അദ്ദേഹത്തിന്റെ പിന്തുണ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ മുന്നണി പ്രവേശവും മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഞങ്ങൾ വിശദമായ ചർച്ച നടത്തും. അൻവർ ഞങ്ങളെ കാണണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞാനും ശ്രീ രമേശ് ചെന്നിത്തലയും അദ്ദേഹവുമായിട്ട് സംസാരിക്കും അടുത്ത ദിവസം. 23-ന് നടക്കുന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മുന്നണി പ്രവേശനമില്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിച്ചേക്കും. സംസ്ഥാന കമ്മിറ്റി യോഗത്തിലായിരിക്കും അന്തിമ തീരുമാനമെടുക്കുക. സ്ഥാനാർത്ഥി നിർണയത്തിൽ തന്നെ ഒറ്റപ്പേരിലേക്ക് എത്താൻ കഴിയാത്ത കോൺഗ്രസ് നേതൃത്വത്തിന് മറ്റൊരു കീറാമുട്ടിയായി തൃണമൂൽ കോൺഗ്രസിന്റെ മുന്നണി പ്രവേശനം. വിപിൻ C. വിജയൻ, 24 മലപ്പുറം.